രേഷ്മയുടെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ലോഗിൽ ഞാൻ സ്പെഷ്യലി നിങ്ങൾക്ക് എന്താ കാണിക്കുന്നത് പറയാം. സോ ഫ്രണ്ട്സ്, ഈ സമയം ഇപ്പോൾ വൈകുന്നേരമാണ്. ഇന്ന് എൻ്റെ സമയം, എൻ്റെ ചില സമയം ഫ്രീ ടൈമിൽ എനിക്ക് എന്തെങ്കിലും വർക്കാനോ എന്തെങ്കിലും തോന്നും. സോ എൻ്റെ വ്ലോഗിൽ ഞാൻ എന്തെല്ലാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നോട്ട് ആസ് എ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു നിർബന്ധമായിട്ട് ഒരു കാര്യത്തിന് അങ്ങനെ നിൽക്കാറില്ല. സോ എൻ്റെ ഹോബീസും ഞാൻ ചില സമയം വീട്ടിൽ നിന്ന് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ പെയിൻറ്റ് ബ്രഷ്. സോ ഇത് ഞാൻ ഇപ്പം പർച്ചേസ് ചെയ്തതാണ്. സോ കണ്ടോളൂ, നല്ലൊരു ഭംഗിയുടെ പെയിൻറ്റ് ബ്രഷ്. ഇതാണ് എൻ്റെ പെയിൻറ്റ്. സോ ഫാബ്രിക്കൽ ആക്രിലിക് കളേഴ്സ്. സോ ഇതെൻ്റെ പെയിൻ്റാണ്. ഞാനിത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇത് കണ്ടോളൂ, ഇതാണ് ഇതിൻ്റെ കളേഴ്സ്. അപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 6 7 8 9 10 കളേഴ്സ് ഉണ്ട്. നമുക്ക് ഗ്രീൻ ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, പല കളർ, ഒരു 10 കളേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും കളേഴ്സോ എന്തെങ്കിലും പെയിൻറ്റോ വാൾ പെയിൻറ്റോ എന്തെങ്കിലും വാൾ ഹാങ്ങിങ്ങോ എന്തെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് കളർ ചെയ്തിട്ട് ഉണ്ടാക്കാൻ വെക്കാം. ഓക്കെ. സോ നിങ്ങൾ ഓൾറെഡി കുറേ പോലത്തെ പെയിൻറ്റിങ് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് വാങ്ങിയിട്ടും വെക്കാം, പ്രശ്നമില്ല. പക്ഷേ ചില ഈ നമ്മളെ പെയിൻറ്റിങ്സ് എല്ലാം വേഗം ചീത്തയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതൊരു വാൾ ഹാങ്ങിങ്, വാൾ ഫ്രെയിം ചെയ്തിട്ട് വെച്ച. അപ്പോൾ ഇതൊരു പെയിൻറ്റിങ് വീട് തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ വളരെ പല വേറെ വിധത്തിൽ ഈ ഡ്രോയിങ്സും കാര്യങ്ങളെല്ലാം ഒക്കെ ഉണ്ടാക്കാം നിങ്ങൾക്ക്. അപ്പോൾ പെയിൻറ്റിനെ കൊണ്ട് ഞാനൊരു ഡ്രോയിങ് ഉണ്ടാക്കി. ഇതേ നോക്കൂ, ഒരു കരടി. ഇത് വരക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ ആദ്യം ഒരു റൗണ്ടാണ് വരക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ 8, ആദ്യം ഇങ്ങനെ ഒരു 8 വരക്കണ്ടേ. പിന്നെ അതിനെ ഒരു വലിയ റൗണ്ട് ഇട്ടിട്ടാകുമ്പോൾ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ മുട്ടിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ക്രിയേഷനാണ് വേണ്ടിയിട്ട്. ഇത് എൻ്റെ മൂക്ക്, എൻ്റെ വായി, കണ്ണ്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് കൊടുത്താൽ, ഹാഫ് സർക്കിൾ പോലെ കൊടുത്താൽ എൻ്റെ ചെവിയായി. പിന്നെ ഇത് പെയിൻറ്റിങ് നിങ്ങൾക്ക് മാറ്റാം. ഇത് ബ്രൗണും ഞാൻ യെല്ലോ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക്, ലൈറ്റ് പിങ്ക് അങ്ങനെ ആക്കിയിട്ടും കൊടുക്കാം. പിന്നെ കുറച്ച് ഇങ്ങനെ കുറേ അതിൻ്റെ കൈയിൻ്റെ അടുത്ത് ബലൂൺസ് എല്ലാം ആക്കി അങ്ങനെ, പിന്നെ ഇവിടെ കുറേ ചോക്ലേറ്റും ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഫ്രെയിമാക്കി ഇത് നിങ്ങൾ ചുമരിൽ ഒട്ടിക്കാം. മീൻസ് ബാക്കിൽ അങ്ങനെ ഒരു ചെറിയൊരു ടൈപ്പിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സംഭവം കൊണ്ട് സ്റ്റിക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാറി ബാക്കി പിന്നെ എൻ്റെ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞ്, പിന്നെ ഇന്നത്തെ രാവിലെ മുതലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ച് ഒക്കെ ആക്കി. ഇപ്പോൾ ഈവനിങ് ടൈമാണ്. ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കും. അതിൻ്റെ ശേഷം നമ്മൾ ഫ്രീയോ. പിന്നെ ആദ്യം പിന്നെ രാത്രിയത്തെ കാര്യങ്ങൾ നിങ്ങളും വാങ്ങിയിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇനി ഞാൻ അടുത്ത വ്ളോഗിലേക്ക് കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് സീ യു.